നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? നിവിൻ, എന്താണ് നിവിന്റെ പ്രോബ്ലം? നിവിൻ, നമ്മള് പറഞ്ഞാൽ പല കാര്യങ്ങളും കേൾക്കുന്നില്ല. നിങ്ങൾ ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല, കേൾക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ. പിന്നെ എന്താ നിങ്ങൾ അന്തസ് വേണോടാ, അന്തസ്. നമ്മൾ ഒരാൾ ഇറങ്ങിപ്പോയാൽ തിരിച്ചു വിളിക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങള് വളരെയധികം സോറി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തിരിച്ചെടുത്തത്. ഞാൻ വിചാരിച്ചുകൂടിയില്ല ലാലേട്ടൻ പറഞ്ഞ ഉടനെ തന്നെ ഗേറ്റ് അങ്ങനെ തുറന്നിട്ടതായിരുന്നുള്ളത്. ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ പോകും, എനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ഗേറ്റ് തുറന്ന് വരുമ്പോ ഓടിക്കഴിഞ്ഞാൽ തിരിച്ച് തലമുടിയും വെട്ടി ഹാപ്പി ആയിട്ട് വന്ന് ഇവിടെ ഇരിക്കാന്ന് വിചാരിക്കണ്ട. തലമുടിയല്ല, ഞാൻ തല വെട്ടിക്കളെ. തമ്പി മയിൽവാഹന തലയില്ലടാ, തലയെടുക്കണമേ. US വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചോണ്ട് വരാമോ? എന്തെങ്കിലും തിന്നാനായിട്ട് ചോക്ലേറ്റ് US. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഇവിടെ നിന്ന് വേണ്ട, ലൈക്ക് US തന്നെ വേണം. അതായത് ഒരു കാര്യം, നീ ഒരിക്കലും ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇറങ്ങി വാ, ഞാൻ അവിടെ വെളിയിൽ ആരെല്ലാം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ളതായിട്ട് അവൻ കുറച്ച് ഇമ്മച്യൂർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ല. അതായത് ഞാൻ അതിന്റെ അടുത്ത് എന്താണ് ഹെൽമെറ്റ് വെക്കണോന്ന് ചോദിക്കുമ്പോ കുളിക്കുമ്പോ വെക്കണോ, പിന്നെ കിടക്കുമ്പോ വെക്കണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ്. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില എനിക്ക് തിരിച്ചു പറയാൻ അറിയാം. കുളിക്കുമ്പോ വെക്കോ? ഒരിക്കലില്ല, കുളിക്കാൻ പറയാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ഉറങ്ങുമ്പോ മാത്രം ചോദിച്ചോളൂ. അല്ലടാ, എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. നീ പറയും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അത് ഓർക്കുന്നില്ലെങ്കിൽ അതെന്റെ കുഴപ്പമില്ല. കുളിക്കുമ്പോ വെക്കാമോ? അപ്പൊ ഞാൻ പറഞ്ഞു കുളിക്കുമ്പോ വെക്കാം. കുളിക്കുമ്പോ അത് മാറ്റി വെച്ചു. കിടക്കുമ്പോ വെക്കാമോ? എന്റെ അടുത്ത് സോറി ഒന്നും പറയണ്ട മനെ. ഞാനിത് എത്രയോ ആൾക്കാരെ കണ്ടിട്ട് വരുന്ന ഒരാളല്ലേ ഞാൻ ഈ ഗെയിം കളിക്കാൻ. എന്നോട് കളിക്കൂ, ധൈര്യം ഉണ്ടെങ്കിൽ കളിച്ചോളൂ, ഞാൻ തിരിച്ചു പറഞ്ഞു. കാര്യം ഞാനിത് 7ാമത്തെ വർഷമല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടല്ലോ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പൊ മര്യാദയ്ക്ക് കളിക്കൂ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വന്നറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.